മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറ്റും, മരുമോനെ വിളിക്കാൻ പറ്റില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. പറയണ്ട എന്ന് കരുതിയതാണ്. മരുമോനായില്ലെങ്കിൽ ഒരിടത്ത് എത്താതെ പോകുമായിരുന്ന ഒരുത്തരുണ്ട്. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ. സ്വന്തം അമ്മായിയപ്പനെ വലിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ച് ആ പണം കൊണ്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് അതിലിരുന്ന് ഗീർവാണം വിടുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന തീവിഴിഞ്ഞോട് ഒരു കാര്യം പറയാം. ആരുടെയും മരുമോനായതുകൊണ്ട് ഉയർന്നു വന്ന ആളല്ല മുഹമ്മദ് റിയാസ്. പിന്നെ കേരളത്തിലെ ദേശീയപാത രാജീവ് ചന്ദ്രശേഖരൻ അവന്റെ അമ്മായിയപ്പനെ വലിപ്പിച്ചുണ്ടാക്കിയ പൈസയിൽ നിർമ്മിച്ചതുമല്ല. കേരളത്തിലെ സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ പണം നൽകിയത് കൊണ്ടുണ്ടായതാണ് ദേശീയപാത. അവിടെ മുഖ്യാതിഥിയായി കയറിയിരിക്കാൻ ഈ പറഞ്ഞ അമ്മായിയപ്പനെ വലിപ്പിച്ച് കിടത്തിയവനാണ് ഉളുപ്പ് വേണ്ടത്, ഉളുപ്പില്ലായ്മ ഉണ്ടായിരിക്കേണ്ടത്. ഒരു മഹാമനുഷ്യൻ, കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായി, സ്വന്തം ചോരയും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനത്തിൽ മരുമോനായി കടന്നു വന്ന് അടിവേരി വരെ വെട്ടിവിറ്റ് ആ പണം കൊണ്ട് രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയ തീവിഴിഞ്ഞാണ് മരുമോൻ എന്ന് പറഞ്ഞ് കുണയ്ക്കുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അമ്മായിയപ്പനെ വലിപ്പിച്ച പൈസക്ക് ഇങ്ങനെ ജീവിക്കില്ലല്ലോ. ഇനി കേരളത്തിലെ BJP-ക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. തൃശ്ശൂരില്ലേ, തൃശ്ശൂർ, അവിടെ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി വരുന്നു എന്നിരിക്കട്ടെ. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് അവിടുത്തെ MP സുരേഷ് ഗോപിയെ വിളിക്കാതെ അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ കേരളത്തിലെ സർക്കാർ അങ്ങനെ ചെയ്യില്ല. അത്രേ ഉള്ളൂ.